എവിടെയല്ലേ നമ്മുടെ സ്വന്തം കോഴിക്കോട് കേട്ടോ. അതായത് കൽബിൽ തേന വീണ കോഴിക്കോട്. പരിപാടി എന്താ വെച്ചാൽ നല്ല വറുത്തരച്ച കോഴിക്കറി. ആ കോഴിക്കറിയും കൂട്ടി നെയ്ച്ചോറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് 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 കഴിക്കണം. അപ്പം കഥ അകത്തു പോയി പറയാം. ബാ ചേച്ചിയേ, എന്നാണ്ട് സുഖം തന്നെ? എല്ലായോ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കോഴി പൊരിച്ചതിന്റെ മണം അല്ലേ? കഴിക്കാനല്ലേ? കഴിച്ചോ? എത്ര രണ്ടാളാ? പണിക്കാൾ ആവശ്യമുണ്ടോ? ഞാനും മക്കളും പണിക്ക് ആളുണ്ട്. ഞാൻ നിൽക്കണോ? മുഹബത്തിന്റെ സുലൈമാനി, അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷൻ്റെ പോർഷൻ അതാ. പിന്നെ KL11 കുറ്റിച്ചിറ പള്ളി, തളി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഇതാ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ പോർഷൻ. അല്ലെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൽ തന്നെ സ്ക്വയറിലെ മറ്റേ സെൻട്രലിലെ പ്രതിമ, നമ്മുടെ SM സ്ട്രീറ്റ് ഇതാ കാണാൻ പറ്റുന്നുണ്ട്. കോഴിക്കോട് മൊത്തം ഒരൊറ്റ ചുമരിൽ വരച്ച് വെച്ചേക്കും കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്നത് നെയ്ച്ചോറ്, അതുപോലെ തന്നെ താറാവ്, നാടൻ കോഴിക്കറി, പിന്നെ ചിക്കൻ പൊരിച്ചാണ് ഇവിടുത്തെ ഫേമസ് ഐറ്റം. ഇത് തന്നെ കഴിക്കാൻ വരുന്ന ഇഷ്ടമായിട്ട് വരുന്ന ഇതിന്റെ ടേസ്റ്റ്. 4 പീസ് ചിക്കൻ എത്ര റേറ്റ് വരുന്നപ്പോ? 90 രൂപ. ഇങ്ങനെ വായിങ്ങനെ വെള്ളം തകർത്തു. ഇതിപ്പോ താറാവ് എന്താ റോസ്റ്റോ അല്ല കറി? എന്താ അത്? സെമി ഗ്രേവി ആയിട്ടാ, പെപ്പർ ഇട്ടിട്ട്. ഇത് മൊയില്. ബിന്ദുജി ഏറ്റവും കൂടുതൽ ഇഷ്ടം താറാവാണോ മൊയിലാണോ? ഞാൻ വെജിറ്റേറിയൻ ആണ്. പിന്നെ ബീഫ് ചില്ലി. ഇതവിടെ നെയ്ച്ചോറ് വരുന്ന ഇത്രയും വലിയ പ്ലേറ്റിന് ഇതിന് 50 രൂപയല്ലേ? 50. ഇത്രയും വലിയ പ്ലേറ്റ്, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ക്വാണ്ടിറ്റിക്ക് 50 രൂപയാണ്. ഇതെന്തൊക്കെയാ? മത്തി അയിലയോ? അത് അയിലുണ്ട്, മത്തിയുണ്ട്, എരുന്തുണ്ട്. സാധാരണ നമ്മള് ഇതാണ് നെയ്ച്ചോറിന് ഉണ്ടാക്കുന്ന ഗ്രേവി. ഇതെന്താ? നോർമൽ ഗ്രേവിയാ. അപ്പൊ സംഗതി ഉച്ച സമയമാണ്, തിരക്കാണ്. അപ്പോൾ ബിന്ദു വെച്ച് അതിനെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് സഹായിക്കാം. അപ്പോൾ ഈ ടേബിളിൽ കുറച്ച് സഹായിക്കട്ടെ. വാ. കടച്ചേട്ടാ ചിക്കൻ പൊരിച്ചൊന്ന്. ഇതാണ് നമ്മളെ പഴയ വീടിന്റെ സ്ട്രക്ചറ്. ഇത് ഇപ്പോൾ റോഡ് വൈൻഡിങ്ങിന് പോയതാണ്. ഇവിടെ അച്ഛനേനും അത് തുടങ്ങിനെ. 4 ആളാ. അനക്ക് നെയ്ച്ചോറ് കിട്ടിയോ? നോക്കണം, അങ്ങനെ കിട്ടിയോ? 2 നെയ്ച്ചോറ് കിട്ടിയോ? ഒക്കെ കിട്ടിയില്ല. അനക്ക് കിട്ടിയില്ല ഹാഫ്? ഉപ്പ് ഇരിക്കട്ടോ, ഉപ്പ് ഇരിക്കാം. അത് നാടൻ കോഴിന്റെ ഗ്രേവിയാ. നിങ്ങൾക്ക് ഇത് വേണോ? ഉപ്പേരി വേണോ? ഓ, ചിക്കൻ പൊരിച്ച്. താറാവുണ്ട്. താറാവ്. ഈ ചിക്കൻ പൊരിച്ചിട്ട് ഈ മസാല ഉണ്ടല്ലോ, ഈ മസാല കൂട്ടി ഭക്ഷണം കഴിക്കണം കൂടുതൽ പേര് എത്തുന്നത്. ആ മസാല ലേശത്തിലേക്ക് കുഴച്ചിട്ട് താറാനക്കടും ഈ ഗ്രേവി പൊളിച്ചിട്ടോ. ഈ നാടൻ ചിക്കൻ്റെ നമ്മളിവിടെ നിന്ന് വന്ന് കയറിയപ്പോൾ തന്നെ ബിന്ദു ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ഷൂട്ട് പിന്നെ ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്ന കേട്ടോ. അതായത് എല്ലാവരെയും ഭക്ഷണം കഴിപ്പിക്കാനുള്ള ചേച്ചീൻ്റെ മെയിൻ പരിപാടി. ഏകദേശം താറാവിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറ് കഴിക്കാം. ഇവിടെ മെജോറിറ്റി ആൾക്കാർ വരുന്നത് ചോറ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനെക്കാളും ഉച്ചയ്ക്ക് ലഞ്ചിനാണ് പ്രാധാന്യം കൂടുതൽ. അത് നെയ്ച്ചോറ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സാധാ ചോറ് കഴിക്കുക. ചോറ് 40 രൂപയാണ്. ഇതെല്ലാം ചോറിൻ്റെ ഡിഷസ് ആട്ടോ. പക്ഷേ ചോറിൻ്റെ ഡിഷ് പറയുന്നത് നെയ്ച്ചോറും കൊടുക്കും. നെയ്ച്ചോറിന് 50 രൂപ, ചോറിന് 40 രൂപ. ഏറ്റവും എടുത്തുകൊണ്ട കാര്യം ബിന്ദു ചേച്ചിയുടെ സ്വഭാവം കേട്ടോ. ബിന്ദു ചേച്ചി ഭയങ്കരമായിട്ട് എടാ മോനെ എന്താ വേണ്ടത്, എല്ലാവരെയും എടാ മോനെ അങ്ങനെ ചേച്ചി വിളിക്കുന്നത്. കാരണം ചേച്ചിക്ക് ചേച്ചിക്ക് സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഇപ്പോൾ ചേച്ചിക്ക് അവർക്ക് എന്താ വേണ്ടെന്ന് അറിയുകയും ചെയ്യാം. കോഴിക്കോട്ടെ പണ്ടൊക്കെ തന്നെയാണ്. ആദ്യം കണ്ട ചോദിച്ചാൽ കഴിച്ചോ എന്താ കഴിച്ച് എന്ന് ആദ്യം ചോദിക്കാം. അതേ സ്വഭാവമാണ് ചേച്ചിക്കും. അപ്പോൾ സംഗതി വെറൈറ്റിയാണ്. വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് നല്ല നെയ്ച്ചോറ്, നല്ല തേങ്ങ വറുത്തരച്ച കോഴിക്കറിയും കൂട്ടി കഴിക്കാം. സംഗതി പൊളി.
അപ്പോൾ എന്തായാലും ബെസ്റ്റ് നടക്കാവിലാണ് ഷോപ്പ്, നമ്മുടെ സ്വന്തം ഗീതാഭവൻ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയായി വീണ്ടും பார்க்கலாம். അതുവരേക്കും ടാറ്റ ബൈ.